കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം. നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. വിസ തട്ടിപ്പ് കേസിലെ പ്രതിയായ വാടനപ്പള്ളി സ്വദേശിയെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് അമ്പും വില്ലും എഴുന്നള്ളിപ്പ് നടന്നു. കൂട്ടം തെറ്റി ചെമ്മാപ്പിള്ളിയിലെത്തിയ കുട്ടിക്കുരങ്ങൻ കൗതുകമാകുന്നു. വാർത്തകളിലേക്ക് വിശദമായി. സുനിൽ ലാലൂരിന്റെ നേതൃത്വത്തിൽ എന്റെ നാട്ടിക എന്റെ അഭിമാനം പദ്ധതിയുടെ ഭാഗമായി സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായം 75,000 രൂപ കൈമാറി. ഉമ്മൻചാണ്ടിയുടെ 2ാം ഓർമ്മദിനത്തിൽ സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് വിദ്യാഭ്യാസ ധനസഹായം മുൻ MP TN പ്രതാപൻ സാന്ത്വനം ട്രസ്റ്റി MP ഷാജിക്ക് കൈമാറി. ഉമ്മൻചാണ്ടിയുടെ സ്നേഹവും കരുതലും പൊതുസമൂഹം മറന്നിട്ടില്ലെന്നും ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനം മാതൃകയായിട്ടാണ് നാട്ടികയിൽ ഇങ്ങനെ ഒരു പദ്ധതി സുനിൽ ലാലൂർ നടത്തുന്നതെന്നും TN പ്രതാപൻ പറഞ്ഞു. ചടങ്ങിൽ സുനിൽ ലാലൂരിന്റെ പുതിയ പദ്ധതി TN പ്രതാപൻ പ്രഖ്യാപിച്ചു. ഓട്ടിസം ബാധിച്ച് വീട്ടിൽ മാത്രം കിടക്കുന്ന കുട്ടികൾക്ക് മാസം TN പ്രതാപന്റെ പെൻഷൻ തുകയിൽ നിന്നും ഒരു കുട്ടിക്കുള്ള എല്ലാ മാസത്തെയും പെൻഷൻ സുനിൽ ലാലൂരിന് TN പ്രതാപൻ കൈമാറി. സുനിൽ ലാലൂർ, DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, BR വിജയൻ, ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, KB രാജീവ്, ഹിറോഷ് ത്രിവേണി, PM സിദ്ദിഖ്, AN സിദ്ധപ്രസാദ്, MP ഷാജി, BK മോഹനൻ, ഗൗരി ബാബു, ഷമീർ മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. സുനിൽ ലാലൂർ ഇവിടെ ഇലക്ഷനിൽ നിന്ന് അധികം ആൾക്കാർ വോട്ട് ചെയ്യാതിരുന്ന കാരണം ജയിക്കാണ്ട് പോയൊരു ആളാണ്. ജയിക്കാണ്ട് പോയെങ്കിലും കഴിഞ്ഞ 4 കൊല്ലമായി രാത്രിയും പകലും നമ്മുടെ ഈ ഏകദേശം അവണിശ്ശേരി മുതൽ പാലപ്പാട്, തളിക്കുളം, അന്തിക്കാട്, നാട്ടിക, ആമ്യം, ചാഴൂര്, പാറളം, ചേർപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും മനുഷ്യന്റെ സങ്കടത്തിന് വിഷമങ്ങളിൽ കൂടെ ചേർന്ന് നിന്ന് ഒരു മോനെ പോലെ, ഒരു അനുജനെ പോലെ, സഹോദരനെ പോലെ ആളുകളെ കൂടെ ചേർന്ന് നിൽക്കുന്ന അപൂർവം പൊതുപ്രവർത്തനമായ ഒരാളാണ് പ്രിയങ്കരായ സുനിൽ ലാലൂർ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനത്തിൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന അനുസ്മരണം DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷനായി. DCC സെക്രട്ടറി BR വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, BD സന്ദീപ്, TV ഷൈൻ, ജീജ ശിവൻ, CS മണികണ്ഠൻ, KV സുകുമാരൻ, PC മണികണ്ഠൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രഖന ബിനീഷ്, KR ദാസൻ, ബിന്ദു പ്രദീപ്, മത്സ്യത്തൊഴിലാളി ജില്ലാ സെക്രട്ടറി PC ജയപാലൻ, AK വാസൻ, മധു അന്തിക്കാട്ട്, CK മണികണ്ഠൻ, മുഹമ്മദ് അലി കണിയാർക്കോട് എന്നിവർ സംസാരിച്ചു. കരയാമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രത്തിന്റെയും വലപ്പാട് സേവാഭാരതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഔഷധക്കഞ്ഞി വിതരണം ആരംഭിച്ചു. കർക്കടക മാസ ഔഷധ സേവയുടെ ഭാഗമായി നൽകിവരുന്ന ഔഷധക്കഞ്ഞി വാങ്ങാൻ 100 കണക്കിന് ആളുകളാണ് മുരിയാന്തോട് സേവാകേന്ദ്രം ഓഫീസിൽ എത്തിച്ചേർന്നത്. 7 ദിവസങ്ങളിൽ വൈകിട്ട് 5 മണിക്കാണ് വിതരണം നടത്തപ്പെടുന്നത്. ഔഷധക്കഞ്ഞി വിതരണ ഉദ്ഘാടനം മുരിയാന്തോട് സ്വാസ്ഥ്യ ആയുർവേദാശ്രമം ക്ലിനിക്കിലെ ഡോക്ടർ KA ഷാദിയ നിർവഹിച്ചു. ബിജോയ് പാണാട്ട് അധ്യക്ഷത വഹിച്ചു. നോഫ്, MD പ്രദീപ്, രശ്മി ഷിജോ, ഗിരി തയ്യിൽ, ഗിരീഷ് C, NS പ്രജീഷ് ചാന്തി, സുധീർ ദാസ്, ഷിജോ അരയമ്പറമ്പിൽ, ജിജിൻ മച്ചിങ്ങൽ, വികാസ് തേനാശ്ശേരി, VJ ഷാലി, ബേബി സരോജം, AV സുമേഷ്, അഖിൽ, ഹരീഷ് PH എന്നിവർ നേതൃത്വം നൽകി. ഒരു വ്യത്യാസം നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്തൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. ഇടയ്ക്ക് വിശക്കുകയാണെങ്കിൽ നമ്മൾ ശീലം കൊണ്ട് ചിലപ്പോൾ നമുക്ക് 10 മണിക്കാകുമ്പോൾ ഒരു വിശപ്പ് തോന്നും. ഇത്തിരി ചൂടുവെള്ളം കുടിക്കുകയോ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് പോലെ കഴിച്ചു നോക്കുകയോ ചെയ്യാം. അങ്ങനെ കഞ്ഞി കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക.
പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ അടുത്ത തലമുറയിലേക്ക് കൂടി ഈ ഒരു ശീലം നമ്മുടെ നിങ്ങൾ ഈ ഒരു ജനറേഷൻ കഴിഞ്ഞ് ഇനി വരുന്ന തലമുറകളിലേക്കൊക്കെ ഒരു ശീലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരുന്നുകൾ കഴിക്കുന്നതിൻ്റെയും അതിൻ്റെ ആവശ്യങ്ങളുടെയും ഒക്കെ അതൊക്കെ എന്തിനാണ്, ഇതുകൊണ്ട് എന്ത് കാര്യം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ ആ പകർന്നു കൊടുക്കുക, വീട്ടിലുള്ള താഴെയുള്ള ഒരു ജനറേഷനും കൂടെ ഇതിൻ്റെ ഒരു ഉപയോഗം പറഞ്ഞു കൊടുത്ത് അവരെ കൂടി ഇത് കഴിപ്പിക്കാൻ, കുറച്ചെങ്കിലും അവരെ ഒന്ന് കഴിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇനിയുള്ള ജനറേഷനിലും ഇത് തുടർന്നു കൊണ്ടുപോകണം. INTUC ചുമട്ടുതൊഴിലാളി പാലപ്പെട്ടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനം ആചരിച്ചു. പാലപ്പെട്ടി വളവിൽ നടന്ന പുഷ്പാർച്ചനയും അനുസ്മരണ ചടങ്ങും ഖത്തർ ഇൻകാസ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അഭിലാഷ് തേവർക്കാട്ടിൽ നിർവഹിച്ചു. INTUC യൂണിയൻ പ്രസിഡന്റ് ശിവദാസ് പൊയ്യാറ അധ്യക്ഷത വഹിച്ചു. സുമേഷ് പാനാട്ടിൽ, ആഷിഖ് KM, റിനേഷ് KR, രാഗേഷ് UR, അനൂപ് തോട്ടാരത്ത്, ബിബിൻ നമ്പുളിക്കര, ശരത് KH, സോനു AS എന്നിവർ സംസാരിച്ചു. കാരുണ്യ വൃദ്ധസദനത്തിലെ അമ്മമാർക്ക് സമ്മാനം നൽകി പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനാചരണം നടത്തി. പുഷ്പാർച്ചനയോടെ ആരംഭിച്ച ചടങ്ങിൽ സ്റ്റഡി സെന്റർ ചെയർമാൻ ആൻഡോ തൊറയൻ അധ്യക്ഷനായി. തൃപ്പയാർ സർഗ സംസ്കൃതി ചെയർമാൻ ജയൻ ബോസ് ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രഭാഷണവും അമ്മമാർക്കുള്ള സമ്മാന വിതരണവും നടത്തി. സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, രക്ഷാധികാരി MB സജീവ്, പോൾ ചിറ്റിലപ്പള്ളി എന്നിവർ സംസാരിച്ചു. ഉമ്മൻചാണ്ടി സാറിൻ്റെ 2ാം ചരമവാർഷികം ഓർക്കാനായിട്ട്, പ്രത്യേകിച്ച് അമ്മമാരെ കൂടെ ഓർക്കാനായിട്ട് ഇങ്ങനൊരു ഇത് ഒരുക്കിയ നെഹ്റു സ്റ്റഡി സെൻ്ററിനും പിന്നെ അമ്മമാർക്കൊരു ഇതായിട്ട്, ഇപ്പോൾ നല്ല മഴയൊക്കെ ആണല്ലോ, അപ്പോൾ ഒരു ചെറിയ പുതപ്പൊക്കെ ഇവിടെ അവർക്ക് കൈമാറുന്നുണ്ട്. ഇത് നടത്താനായിട്ട് ഇത് ചെയ്ത എല്ലാവരുടെ പേരും എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഇതായാണ്. തൃപ്പയാർ ലെമർ പബ്ലിക് സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. ചലച്ചിത്ര നടനും സംവിധായകനും മറിമായം TV ഷോ താരവുമായ സലീം ഹസൻ ഉദ്ഘാടനം ചെയ്തു. പേഴ്സ്പെക്റ്റീവ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് സെക്രട്ടറി KK അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഗെയ്നി മൈക്കിൾ, ട്രഷറർ EA ഹാരിസ്, മാനേജർ IT മുഹമ്മദ് അലി, വൈസ് പ്രിൻസിപ്പാൾ സുവിത CS എന്നിവർ സംസാരിച്ചു. ഇന്നിവിടെ മാറ്റുരയ്ക്കുന്ന, ഇന്ന് കലയിൽ മാറ്റുരക്കുന്ന നിങ്ങൾക്ക് വളരെ മനോഹരമായ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ജില്ലയിലും സംസ്ഥാനത്തുമൊക്കെ ലെമറിന് വേണ്ടി നിങ്ങളെക്കാൾ വലിപ്പമുള്ള ട്രോഫി കൊണ്ടെന്ന് ഈ ഷെൽഫിൽ വെക്കാൻ കഴിയട്ടെ എന്നുമൊക്കെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. പുതിയ തലമുറയുടെ പോക്ക് ഞങ്ങളെപ്പോലെ മാതാപിതാക്കളെയും അധ്യാപകരെയുമൊക്കെ ഭയപ്പെടുത്തുന്നു. കാരണം നാം കേൾക്കുന്ന വാർത്തകൾ അധ്യാപകർക്ക് നേരെ കത്തി ചൂണ്ടുക, അച്ഛനെയും അമ്മയെയും സഹോദരനെയും സഹോദരിയെയും ഒക്കെ തലക്കടിച്ച് കൊന്നിട്ട് ഒന്ന് കുളിച്ച് ബൈക്കിൽ പോയി ഞാൻ 5 പേരെ കൊന്നെന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കുക, മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിട്ട് സ്വന്തം അമ്മയെ കുത്തിക്കൊന്നിട്ട് ഇത് എന്നെ ജനിപ്പിച്ചതിൻ്റെ ശിക്ഷയാണ് ഞാൻ നിനക്ക് തന്നത് എന്ന് പറയുക. ഇതൊക്കെ നമ്മൾ വീഡിയോയിലും വാട്സപ്പിലൂടെയും ഒക്കെ കാണുന്ന വാർത്തകളാണ്. അത്തരത്തിലുള്ള മക്കളായി നിങ്ങൾ മാറാതെ നിങ്ങൾ നമുക്ക് അഭിമാനിക്കാവുന്ന മക്കളായി മാത്രം മാറാൻ കഴിയണം. എടമുട്ടം SNS സമാജം വിദ്യാമന്ദിർ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റ് നടന്നു. കൊടുങ്ങല്ലൂർ DYSP VK രാജു ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ പ്രസീത PS, SNS സമാജം സെക്രട്ടറി സുനിൽകുമാർ അണക്കത്തിൽ, എഡ്യൂക്കേഷൻ കമ്മിറ്റി ചെയർമാൻ സുമോദ് എറണാകുളത്ത്, ജോയിന്റ് സെക്രട്ടറി അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, PTA പ്രസിഡന്റ് നിമ രിതേഷ് എന്നിവർ സംസാരിച്ചു. പോലെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പഠനം മാത്രം പോരാ, പഠനത്തോടൊപ്പം ആർട്സും വേണം, സ്പോർട്സും വേണം, എല്ലാം വേണം, ഗെയിംസും വേണം, എല്ലാം വേണം. എങ്കിൽ മാത്രമേ ഉത്തമ പൗരരായി നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ, ഉത്തമ പൗരരായി നിങ്ങൾക്ക് വളരാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഇന്നലെ നമ്മൾ കണ്ടു കൊല്ലത്ത്, അല്ലേ, ഒരു കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മിടുക്കൻ കൂട്ടുകാരുമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ്റെ ചെരുപ്പ് ടെറസിൻ്റെ മുകളിൽ വീണു. എങ്ങനെയോ ആ പയ്യൻ അതിൻ്റെ മുകളിൽ കയറി, അവിടെ ഒരു ഇലക്ട്രിക് ലൈൻ പോകുന്നുണ്ടായിരുന്നു. ആ ഇലക്ട്രിക് ലൈനിൽ വൈദ്യുതി ഉണ്ട് എന്നുള്ള
ഒരു വിചാരം പോലും ആ കുട്ടിയുടെ മനസ്സിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതിന് കാരണം എന്താണ്? അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കളിയുടെ ഇടയിൽ അവനിലെ ആ മറ്റു കാര്യങ്ങളെല്ലാം മറന്നുപോയി. കൂട്ടുകാരൻ്റെ ചെരുപ്പ് മുകളിൽ പോയപ്പോൾ അവനത് സാഹസപ്പെട്ടെടുക്കാൻ പോവുകയും വീഴാൻ പോയപ്പോൾ കമ്പിയിൽ കടന്ന് പിടിക്കുകയും വൈദ്യുത ആഘാതമേറ്റ് നിമിഷ നേരം കൊണ്ട് ഇന്നലെ പിടഞ്ഞ് വീണ് മരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും, എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കൊച്ചു കുട്ടികൾ ഓരോരുത്തരും ഓരോ നിമിഷവും ഓരോ ചുവട് വെക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, അപകടം പതിയിരിപ്പുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അന്തിക്കാട് പുത്തൻപള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ ദ്രവ്യകലശത്തോടനുബന്ധിച്ച് നോട്ടീസ് പ്രകാശനം നടത്തി. ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് നന്ദൻ നമ്പൂതിരി കൊച്ചിൻ ദേവസ്വം ബോർഡ് തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നോട്ടീസ് നൽകി പ്രകാശനം നിർവഹിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ആകാശ് അറക്കൽ അധ്യക്ഷനായി. മുൻ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറിയും പ്രാദേശിക കമ്മിറ്റി അംഗങ്ങളും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ശാലിനി സന്ദീപ്, ഗൗരി ബാബു മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. കൂട്ടം തെറ്റി ചെമ്മാപ്പിള്ളിയിലെത്തിയ കുട്ടിക്കുരങ്ങൻ കൗതുകമാകുന്നു. വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കൂട്ടം തെറ്റി ചെമ്മാപ്പിള്ളിയിലെത്തിയ കുട്ടിക്കുരങ്ങൻ കൗതുകമാകുന്നു. ആഴ്ചകൾക്ക് മുൻപാണ് ചെമ്മാപ്പള്ളി സെന്ററിന് സമീപം കുരങ്ങനെ കണ്ടു തുടങ്ങിയത്. തുടക്കത്തിൽ ആർക്കും വലിയ ഉപദ്രവമൊന്നും ഉണ്ടായില്ലെങ്കിലും ഇപ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ചെറിയ തോതിൽ മോഷണം തുടങ്ങിയിട്ടുണ്ട്. പച്ചക്കറി കടയിൽ നിന്ന് പഴങ്ങളാണ് ആദ്യം അടിച്ചു മാറ്റിയിരുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം ബേക്കറിയിൽ നിന്ന് ലോലിപോപ്പ് മിഠായി പാക്കറ്റ് മൊത്തത്തിൽ എടുത്തുകൊണ്ടുപോയി. രാവിലെ എത്തുന്ന കുരങ്ങൻ വൈകുന്നതുവരെ ചെമ്മാപ്പള്ളി സെന്ററിലും പരിസരങ്ങളിലും ഉണ്ടാകും. തെരുവ് നായ്ക്കളാണ് ഇപ്പോൾ കുട്ടിക്കുരങ്ങന്റെ പുതിയ കൂട്ടുകാർ. ഇവരോടൊപ്പം കുസൃതി കാണിക്കലാണ് പ്രധാന വിനോദം. മരത്തിന്റെ മുകളിൽ നിന്ന് ചാടിയിറങ്ങി നായ്ക്കളുടെ വാലിൽ പിടിച്ചു വലിച്ചും തോണ്ടിയും ഇവയെ പ്രകോപിപ്പിക്കും. പിന്നെ പെട്ടെന്ന് മരത്തിൽ കയറി ഒളിക്കും. നായ്ക്കളോടൊപ്പമുള്ള കളികൾ നാട്ടുകാർക്ക് ഏറെ കൗതുകമുണർത്തുന്നുണ്ട്. എങ്കിലും കൂടുതൽ ശല്യമാകുന്നതിന് മുൻപ് കുരങ്ങനെ പിടികൂടി കാട്ടിൽ വിടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തെരുവ് നായ്ക്കളോടും ആളുകളോടും അടുത്ത് ഇടപഴകുന്നതിനാൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
വടക്കേക്കര ക്ഷേത്രവാദ്യ കലാസമിതിയുടെ നേതൃത്വത്തിൽ മേളാചാര്യൻ പഴുവിൽ രഘുമാരാരുടെ ശിക്ഷണത്തിൽ മേള പഠനത്തിന് തുടക്കമായി. എക്സൈസ് ഇൻസ്പെക്ടർ എൻ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ബാച്ച് കൂടി 30ാമത്തെ വർഷം എന്നൊക്കെ കേട്ടപ്പോൾ തന്നെ നമുക്ക് അന്തമിട്ട് പോയി. സത്യത്തിൽ 30 വർഷമായിട്ട് ഈ സബരി എങ്ങനെ തുടരാനുള്ള ഒരു മനസ്സ് എന്ന് പറഞ്ഞ വലിയൊരു കാര്യം സംഗതിയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഏതൊരു കാര്യവും വിദ്യാഭ്യാസമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ശിക്ഷണമാണ് വിദ്യാഭ്യാസമെന്ന. അതിൽ ശിക്ഷയുണ്ടാവും, ശാസനയുണ്ടാവും, എല്ലാം ഉണ്ടാവും. ചിലപ്പോൾ ചെറിയ കാർക്കശ്യങ്ങളൊക്കെ ആ ഗുരുനാഥൻ കാണിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതെല്ലാം നമ്മൾ ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറാവണം. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നാളെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം മൂല്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരാളുടെ വേദന കണ്ടാൽ തിരിച്ചറിയാനുള്ള ഒരു സഹൃദയനാവുന്നത് ഇത്തരത്തിലുള്ള സഹൃദയത്വങ്ങളിലൂടെ വളർന്നു വരുന്ന മനുഷ്യർക്ക് കൂടപ്പിറപ്പായിട്ടുണ്ടാവുമെന്ന് ഉത്തമ ബോധ്യമുണ്ട്. വാദ്യകലാസമിതി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ അധ്യക്ഷനായി. സമിതി ഭാരവാഹികളായ ഷാജി കുറുപ്പത്ത്, കൃഷ്ണപ്രസാദ് നമ്പീശൻ, സജേഷ് കുറുവത്ത്, സജയ് മാണിക്കത്ത്, അന്തിക്കാട് ഉണ്ണികൃഷ്ണൻ, ഇ രമേശൻ, അനൂപ് ആറ്റുപുറത്ത്, പരമേശ്വരൻ മേനോത്ത്, ദേവദത്തൻ നെച്ചിക്കോട്ട് എന്നിവർ സംസാരിച്ചു. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് അല്ലയ്യാ. നോക്കൂ, ഞാൻ കുട്ടി കഴിഞ്ഞിട്ട് കുട്ടിയാ ഞാൻ കുട്ടി കഴിഞ്ഞിട്ട് കൊട്ടാ. ഉമ്മൻചാണ്ടിയുടെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ച വാടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വാടനപ്പള്ളി സെന്ററിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം.എ. മുസ്തഫ അധ്യക്ഷനായി. മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ.എസ്. ദീപൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, ഡി.സി.സി ജനറൽ സെക്രട്ടറി സി.എം. നൌഷാദ്, കോൺഗ്രസ് നേതാക്കളായ സി.എം. ശിവപ്രസാദ്, പി.എം. അഹമ്മദ് ഉണ്ണി, എം.എൽ. സെബാസ്റ്റ്യൻ, ഐ.പി. പ്രഭാകരൻ, പി.ഡി. ബെന്നി, സി.എം. രഘുനാഥ്, സുഗന്ധിനി ഗിരീഷ്, എൻ.ജെ. സേവിയർ, ആർ.ഇ.എ. നാസർ, ശിവരാമൻ ചിരമ്പത്ത്, വി.സി. ഷീജ, പി.വി. ഉണ്ണികൃഷ്ണൻ, റിൻഷാദ്, സി.എൻ. സുരജ, സമീർ ഹംസ, സുനിൽ വാലത്ത്, സുനിൽ ഇത്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി എസ്.എൻ. വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. 2 ദിവസമായി നടക്കുന്ന യുവജനോത്സവം എസ്.എൻ. വിദ്യാഭവൻ പൂർവ്വ വിദ്യാർത്ഥിയും ചലച്ചിത്ര നടനും ഫിറ്റ്നസ് ട്രെയിനറുമായ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SNE&C ട്രസ്റ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാഥ് അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പാൾ യാമിനി ദിലീപ്, SNE&C ട്രസ്റ്റ് സെക്രട്ടറി M.S. പ്രദീപ്, വൈസ് പ്രസിഡന്റ് T.S. വിജയരാഘവൻ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ P.V. സുധീപ് കുമാർ, ഹെഡ്മിസ്ട്രസ്മാരായ സുലജ N.K., സന്ധ്യ പ്രജോദ്, മിനി L.P., ലെനിയ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സ്കൂൾ സാന്ത്വനം ക്ലബ്ബും സ്റ്റാഫും ചേർന്ന പൂർവ്വ വിദ്യാർത്ഥിയും ക്യാൻസർ രോഗബാധിതനുമായ നവീൻ സുധീറിന് ചികിത്സാ സഹായമായി 1,25,000 രൂപയും കൈമാറി. പാരൻസ് ഒരു സ്കൂളിൽ വരും. അത് ചിലപ്പോൾ പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ PTA മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഫങ്ഷൻസിനോ ആയിരിക്കും. പക്ഷേ എൻ്റെ അമ്മ ഇവിടെ മിക്ക ദിവസവും ഈ സ്കൂളിലുണ്ടാവും കരഞ്ഞുകൊണ്ട്. അത് ചിലപ്പോൾ പ്രിൻസിപ്പാളിൻ്റെ റൂമിൻ്റെ മുന്നിലായിരിക്കും, അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പാളിൻ്റെ റൂമിലായിരിക്കും, അതല്ലെങ്കിൽ മിക്ക ദിവസവും സ്റ്റാഫ് റൂമിൻ്റെ മുന്നിലുണ്ടാവും. എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടാവും. ഒന്നുകിൽ പഠിക്കുന്നില്ല എന്നായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടാവും. അപ്പോൾ എന്നും കരഞ്ഞുകൊണ്ടുകൂടി ഉണ്ടാവും. അതുകൊണ്ട് ഇന്ന് വരുമ്പോൾ ഇതിങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച കാര്യം അമ്മ ഇങ്ങോട്ട് വിളിച്ചിട്ട് വരുന്നതാണ്. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി സീതാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃപ്പയാറിൽ ദ്വിദിന സീതാരാമ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സീതാശ്രമം സ്ഥാപകൻ മുനി പരമസാരബിന്ദു കവി കെ ദിനേശ് രാജ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃപ്പയാർ പോളി ജംഗ്ഷന് വടക്ക് മേൽത്തൃക്കോവിൽ ശിവക്ഷേത്രം ഹാളിൽ ഇതിന്റെ ഭാഗമായി പ്രഗത്ഭരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആത്മീയ പ്രഭാഷണങ്ങളും സംഗീത സദസ്സും ഒരുക്കും. ഈ മാസം 20 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 സീതാക്ഷേത്രത്തിലെ അംബുജാക്ഷി രാമചന്ദ്രൻ നടത്തുന്ന സീതാദേവി പൂജയോടെ പരിപാടികൾക്ക് തുടക്കമാകും. ഉച്ചയ്ക്ക് 2 കൂടിയാട്ടം നങ്ങ്യാർ കൂത്ത് കലാകാരിയായ രാധാ നങ്ങ്യാർ ജ്ഞാനദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിക്കും. അഡ്വക്കേറ്റ് സുമേഷ് മോഹൻ അധ്യക്ഷത വഹിക്കും. ഗിരീഷ് ഏറാട്ട് ആമുഖ പ്രസംഗം നടത്തും. കവി കെ ദിനേശ് രാജ, ഗായകൻ രവീന്ദ്രൻ ആനേശ്വരം എന്നിവരെ ചടങ്ങിൽ ആദരിക്കും.
തുടർന്ന് വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള പ്രഭാഷണങ്ങൾക്ക് തുടക്കമാകും. ജ്ഞാനം, യോഗ, പഞ്ചകർമ്മ എന്നിവയെക്കുറിച്ച് മുനി പരമസാര ബിന്ദു ആദ്യ പ്രഭാഷണം നടത്തും. നാട്ടിക SN കോളേജ് മലയാള വിഭാഗം മുൻ മേധാവി പ്രൊഫസർ BS റെജി ഭൗതികാത്മീയങ്ങളിലെ താത്വിക വീക്ഷണം എന്ന വിഷയത്തിലും, അഡ്വക്കേറ്റ് സുമേഷ് മോഹൻ രാമായണത്തിലെ യോഗതത്വം എന്ന വിഷയത്തിലും, K ദിനേശ് രാജ അക്ഷരങ്ങളും സ്വരസ്ഥാനങ്ങളും എന്ന വിഷയത്തിലും പ്രഭാഷണങ്ങൾ നടത്തും. രാധാ നങ്ങ്യാർ സീതാദേവിയും പാതിവൃത്യവും എന്ന വിഷയത്തിലും, അഡ്വക്കേറ്റ് സിമോദ് ശിവൻ യാഥാർത്ഥ്യങ്ങളും കാൽപ്പനിക വ്യതിയാനങ്ങളും എന്ന വിഷയത്തിലും, ഗായകൻ ജയചന്ദ്രൻ സംഗീതവും ചക്രസ്ഥാനങ്ങളും എന്ന വിഷയത്തിലും പ്രഭാഷണങ്ങൾ നടത്തും. ഓഗസ്റ്റ് 3 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മുതൽ പ്രഭാഷണങ്ങൾ തുടരും. ധാർമ്മിക ചിന്ത കർണനിലൂടെ എന്ന വിഷയത്തിൽ കവിയും സംവിധായകനുമായ കാവിൽ രാജ് ആദ്യ പ്രഭാഷണം നിർവഹിക്കും. അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ യുവതയുടെ ധനവിനിയോഗവും ആത്മീയ ചിന്തയും എന്ന വിഷയത്തിലും, പ്രൈസൺ മാസ്റ്റർ കാൽപ്പനികതയും മാനുഷിക മൂല്യങ്ങളും എന്ന വിഷയത്തിലും, ഇരിഞ്ഞാലക്കുട വേദാംഗ ജ്യോതിഷ പരിഷത്തിലെ ആചാര്യ സേതുമാധവ് ജി രാമായണം ജ്യോതിശാസ്ത്ര വീക്ഷണത്തിൽ എന്ന വിഷയത്തിലും, EP ഹരീഷ് വിദ്യാർത്ഥികളിലെ ആത്മീയ ചോദന എന്ന വിഷയത്തിലും പ്രഭാഷണങ്ങൾ നടത്തും. 2 ദിവസങ്ങളിലും പ്രഭാഷണങ്ങൾക്ക് ശേഷം സീതാ സ്മൃതിലയം ഗായക സംഘത്തിന്റെ ഗാനസദസ്സും ഉണ്ടായിരിക്കും. അംബുജാക്ഷി, വിനോദ് വളപ്പിൽ, ഗിരീഷ് ഏറാട്ട് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. രാസവളവില വർധനവിനെതിരെ AIKS നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര കിഴക്കുമുറി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. AIKS ജില്ലാ പ്രസിഡന്റ് MB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ബാബു വിജയകുമാർ അധ്യക്ഷനായി. BR മോഹൻദാസ്, MK ശിവരാമൻ, പ്രകാശൻ കാരാട്ടുപറമ്പിൽ, സീന കണ്ണൻ, ശങ്കരനാരായണൻ അന്തിക്കാട്, PK ചന്ദ്രശേഖരൻ, മധുലാൽ പള്ളത്ത്, ഷോബിൻ അന്തിക്കാട്, പ്രദീപ് തണ്ടിയേക്കൽ, രതി രാമദാസ്, മധുലാൽ പള്ളത്ത്, സനിത സജൻ, മീന സുനിൽ, രഖന, സീമ രാജൻ എന്നിവർ നേതൃത്വം നൽകി. കോതകുളം ബീച്ചിൽ നിന്നും മകരഭരണി ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് അമ്പും വില്ലും എഴുന്നള്ളിപ്പ് നടന്നു. കർക്കിടകം 1 വൈകിട്ട് കോതകുളം ബീച്ചിൽ നിന്നും അമ്പും വില്ലും വാദ്യമേളങ്ങളോടുകൂടി എഴുന്നള്ളിച്ച് വൈകിട്ട് ദീപാരാധനയോടുകൂടി തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് പ്രസാദ വിതരണവും നടന്നു. നീഷ് കിഴക്കേടത്ത്, മഹേഷ് കണക്കാട്ട്, സന്തോഷ് കോഴിശ്ശേരി, ശ്രീജിത്ത് കാഞ്ഞിരപ്പറമ്പിൽ, അഭിജിത്ത് ഏറൻ കിഴക്കാത്ത്, സനിൽ കോഴിശ്ശേരി, സുനിൽ വളപ്പിൽ, സുദീപ് ഏറൻ കിഴക്കാത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ബിവോക് ഫുഡ് ടെക്നോളജി പരീക്ഷയിൽ 9ാം റാങ്ക് നേടിയ ഭദ്ര ദിനേശിനെ ആദരിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലായിരുന്നു ആദരം. തൃത്തല്ലൂർ ആന്തൂപ്പറമ്പിൽ പരേതനായ ദിനേശിന്റെയും മഹിളാ കോൺഗ്രസ് വാടനപ്പള്ളി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സുചിത്രയുടെയും മകളാണ്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ, PD ബെന്നി, സുഗന്ധിനി ഗിരീഷ്, ഷീജ, പ്രിൻസി സുരേഷ്, ഫാത്തിമ ജലീൽ, രാഗനാഥൻ വൈക്കാട്ടിൽ, ആനന്ദൻ അന്തുപറമ്പിൽ, അനിൽരാജ് രവി, ആബിദ് അലി, സത്യപാലൻ വാലത്ത്, വിൽസൺ ആന്തുപറമ്പിൽ, KS ബാബു, മനാഫ് എന്നിവർ സംസാരിച്ചു. നാട്ടിക വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് എല്ലാ വർഷവും നടത്തിവരാറുള്ള അമ്പും വില്ലും എഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് നാട്ടിക നാഗയക്ഷി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച അമ്പും വില്ല് എഴുന്നള്ളിപ്പ് വലപ്പാട് ബ്രഹ്മതേജോമയം ക്ഷേത്രത്തിലെത്തി. തുടർന്ന് അവിടെ നിന്നും തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വൈകിട്ട് ദീപാരാധനയോടുകൂടി എത്തിച്ചേർന്നു. വാദ്യമേളങ്ങളുടെയും ഗജവീരനോടുകൂടിയും നടന്ന എഴുന്നള്ളിപ്പിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ദേവസ്വം ഭാരവാഹികളും മത്സ്യത്തൊഴിലാളികളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി 122ാമത് ജന്മദിനാചരണം ആചരിച്ചു. കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ ചടങ്ങ് മണലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ ഉദ്ഘാടനം ചെയ്തു.
ഗ്രാമപഞ്ചായത്ത് അംഗം ടോണി അത്താണിക്കൽ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി പി.കെ. കൃഷ്ണൻ, ലൈബ്രറി കമ്മിറ്റി അംഗം ജനാർദ്ദനൻ മണ്ണുമ്മൽ, ലൈബ്രറിയൻ ടി.എസ്. സുചീന്ദ്രനാഥൻ എന്നിവർ സംസാരിച്ചു. പാലപ്പെട്ടി ബീച്ച് കഴിമ്പ്രം സൗഹൃദ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ SSLC +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും സ്നേഹവിരുന്നും നടന്നു. PR താരാനാഥന്റെ വസതിയിൽ നടന്ന ചടങ്ങ് ചലച്ചിത്ര സീരിയൽ ആർട്ടിസ്റ്റ് ഷൈജൻ ശ്രീവത്സം ഉദ്ഘാടനം ചെയ്തു. കഴിമ്പ്രം സ്കൂൾ റിട്ടയർഡ് പ്രിൻസിപ്പാൾ PR താരാനാഥൻ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവ് ചടങ്ങ് നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ KK സോമൻ അധ്യക്ഷനായി. പ്രസിഡന്റ് സേവ്യൻ പള്ളത്ത്, വൈസ് പ്രസിഡന്റ് മൈത്രി വത്സൻ, ബീന സദനൻ, ഹസീന ജമാൽ, ഷൈജൻ കോവിൽ, തെക്കേവളപ്പിൽ എന്നിവർ സംസാരിച്ചു. ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, സാറ് കാര്യം സാറ് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അല്ലല്ല, ഇതിപ്പോൾ എന്തായാലും ഇത് തീർത്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പം അങ്ങനെ നല്ല മനുഷ്യരൊക്കെ ഉണ്ട്. നമ്മളൊരു ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ ഓഫീസിലേക്ക് സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു ചെലവില്ലാതെ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചാൽ നമ്മുടെ മനസ്സിനൊരു ആശ്വാസമാവും. നിങ്ങൾ എത്ര പേര് എംപ്ലോയീസ് ഉണ്ടെന്ന് എനിക്കറിയില്ല, നിങ്ങൾ എത്ര നല്ല എംപ്ലോയീസ് ആണോ അല്ലെങ്കിൽ മുഷ്കുള്ള എംപ്ലോയീസ് ആണോ എന്ന് എനിക്കറിയില്ല. ഒരാളത് നമ്മളെ നോക്കി ചിരിച്ചാൽ ഓപ്പോസിറ്റ് നാളെ ഒരു ബാങ്കിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഓഫീസിൽ, വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോൾ, താലൂക്ക് ഓഫീസിൽ ചെല്ലുമ്പോൾ ഒന്ന് ചിരിച്ചാൽ തന്നെ നമുക്കൊരു ആശ്വാസമാണ്. ഇതങ്ങനെയല്ല. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പൂച്ചയെ പിടിച്ച് പട്ടിക മുഖത്തിട്ടുള്ള മുഖമായിട്ടാണ് നമ്മളെ സ്വീകരിക്കുന്നത്. വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. അതിന് പകരം നമുക്ക് സ്നേഹം, അതാണ് ഞാൻ പറയാം, നമുക്ക് സ്നേഹത്തോട് ഒരു പുഞ്ചിരി സമ്മാനമായിട്ട് ലഭിച്ചാൽ ഇയാളെ കൊണ്ട് നമുക്ക് ആശ്വാസം കിട്ടും. ഇയാളിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുന്നൊക്കെ പറയുമ്പോൾ. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 38ാമത് ശ്രീനാരായണ സാഹിത്യ മത്സരങ്ങൾ നാട്ടിക ശ്രീനാരായണ ഹാളിൽ ഈ മാസം 31 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ 171ാമത് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നാട്ടിക ശ്രീനാരായണ മന്ദിരാങ്കണത്തിൽ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികൾക്കായി 38ാമത് സാഹിത്യ മത്സരങ്ങൾ 31 രാവിലെ മുതൽ നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടക്കും. നാട്ടിക ശ്രീനാരായണ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ അനിത CT ഉദ്ഘാടനം നിർവഹിക്കും. ദൈവദശകം, ഗുരുസ്തുതി, കീർത്തനാലാപനം, ശ്രീനാരായണ ക്വിസ്, ചിത്രരചന, ഉപന്യാസ രചന, ചണ്ടാല ഭിക്ഷുകി, കവിതാലാപനം എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടത്തുന്നത്. പങ്കെടുക്കുന്ന എല്ലാവർക്കും ഗുരുദേവ ചിത്രം ആലേഖനം ചെയ്ത മെമൻറ്റോകളും മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ ലഭിക്കുന്നവർക്ക് പ്രത്യേക ട്രോഫികളും നൽകും. എല്ലാ വിഭാഗത്തിലും ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന വിദ്യാലയങ്ങൾക്കും ട്രോഫികൾ സമ്മാനിക്കുന്നതാണ്. മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ ഈ മാസം 23 വരെയായിരിക്കും. AV സഹദേവൻ, CK സുഹാസ്, TK ദയാനന്ദൻ, CP രാമകൃഷ്ണൻ, NAP സുരേഷ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി 20 ഞായറാഴ്ച രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, 9 മണി മുതൽ ആനയൂട്ട് എന്നിവ നടക്കും. സൂര്യകാലടി മന പരമേശ്വരൻ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികനാവും. തൃശൂർ പൂരം ആഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ചുകൊണ്ടുള്ള പൂരം വിളംബര ചടങ്ങിന് നെയ്തലക്കാവ് ഭഗവതിയുടെ തെടമ്പേറ്റിയ ഗജരാജൻ എറണാകുളം ശിവകുമാറിനെ ഗജരാജപട്ടം നൽകി ചടങ്ങിന് ആദരിക്കും. കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. തൃശൂർ MP-യും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി വെള്ളക്കെട്ടിലായ അന്തിക്കാട് പഞ്ചായത്തിലെ 5, 6 വാർഡുകൾ സന്ദർശിച്ചു. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് MP പറഞ്ഞു. കേന്ദ്രമന്ത്രിയോടൊപ്പം ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ ഭാരവാഹികളായ സുജയ് സേനൻ, EP ജാൻസി, ഹരീഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറി TG രതീഷ്, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സുനിൽ ദത്ത്, ഗോകുൽ കരിപ്പിള്ളി, രാഖി പ്രദീപ്, ബിജു അണ്ടേഴത്ത്, ഗിരിജൻ മഠത്തിൽ, ഷൈജു പള്ളിയിൽ, ആശിഷ് കേളങ്കണ്ടത്ത്, പ്രസാദ് ചേർത്തടുത്ത്, ഉദയ വേണുഗോപാൽ, പ്രസീത കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു. ഇതൊക്കെയാണ് വിഷയങ്ങൾ. ഇപ്പോൾ ഒരു നല്ല ഉദ്യോഗസ്ഥനെ വന്നേക്കുന്നതെന്ന് പറയുന്നു. നിങ്ങളിപ്പോൾ പൗരസമിതി ഇവിടുത്തെ വാർഡ് മെമ്പർ തരുന്നില്ലെങ്കിൽ അയാൾക്കിട്ട് നല്ല ജനാധിപത്യ രീതിയിൽ അടി കൊടുക്കേണ്ടത് അയാളെ അടുപ്പിക്കരുത്. നിങ്ങൾ പൗരസമിതി പ്രോജക്റ്റ് കൊണ്ടുപോവാ, കളക്ടർ അംഗീകരിക്കുമെന്ന് അറിയട്ടെ. നമുക്ക് തൃശ്ശൂരിൻ്റെ മൊത്തം കാര്യങ്ങളിൽ പൗരസമിതികൾക്കാക്കാം. ഞങ്ങൾ പോയതാ സാർ. പൗരസമിതി തന്നിട്ടില്ല. അന്നത് അവിടുത്തെ നമ്മുടെ വാർഡ് മെമ്പറും പിന്നെ പടവ് കമ്മിറ്റിക്കാരാണ് അത് തരേണ്ടത്. അവരോട് പറഞ്ഞത് അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കേണ്ട അത് തരും. ഞങ്ങളൊക്കെ ഇത്ര ദിവസം എടുക്കുന്ന ഏതാണ്ട് 3 ആഴ്ച 4 ആഴ്ച അല്ല വേറെ എന്താ വെച്ചാൽ ചേട്ടാ ഇതൊക്കെ നമ്മുടെ ജീവന്റെ പ്രശ്നമാണ്, നമ്മുടെ സ്വത്ത് മുതലിന്റെ പ്രശ്നമാണെങ്കിൽ ഒരു 5-6 ദിവസം കൊണ്ട് സെറ്റിൽ ചെയ്യണം.
അപ്പോൾ അത് നമ്മൾ KLDC എഞ്ചിനീയർമാരാണ് തയ്യാറാക്കാന്ന് പറഞ്ഞിട്ട് അവർക്കാണ് കൊടുത്തുള്ള അപേക്ഷ. അവരുടെ കൂടെ തന്നെ അവിടെ ഇറങ്ങാൻ പറ്റില്ല. വെള്ളം കയറിയത് മണ്ണിട്ട് പൊക്കേണ്ടി വരും. അതിന്റെ ഇപ്പോഴത്തെ സ്ലൂസിന്റെ ഈ ഷട്ടർ ഗേറ്റ് എല്ലാം മാറ്റി പുതിയത് വെക്കുന്നത് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊരു MP ഏതൊക്കെ തരും എന്നുള്ളത് കളക്ടറോട് ചോദിച്ചിട്ട് പറ. അല്ലാതെ എല്ലാം എഴുതി കൊടുത്ത് 6 മാസം കഴിയുമ്പോൾ ഇല്ല അത് നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഫണ്ട് ലാപ്സായി. എന്താ സാറേ? അതൊന്നും ഇപ്പൊ പറയാൻ എനിക്ക് സൗകര്യം. മുറ്റിച്ചൂർ ഉറൂസിന് ശനിയാഴ്ച കൊടിയേറും. ശനി ഞായർ തിങ്കൾ ദിവസങ്ങളാണ് ഉറൂസ്. EK മുഹമ്മദ് ബാവ മുസ്ലിയാർ കാർമ്മികനാകും. തുടർന്ന് നടക്കുന്ന കൂട്ട സിയാറത്തിന് സയ്യിദ് ഖമറുദ്ദീൻ ബാദുഷാ തങ്ങൾ നേതൃത്വം നൽകും. വൈകിട്ട് 4-ന് ഷാഹിദുൽ ഉലമ വേന്മനാട് ഉസ്താദ് നേതൃത്വം നൽകുന്ന ഖത്തം ദുആയും രാത്രി 7:30-ന് മുറ്റിച്ചൂർ മഹല്ല് ഖത്തീബ് സിദ്ദിഖ് ബാഖവിയുടെ അനുസ്മരണ പ്രഭാഷണവും ഉണ്ടാകും. തുടർന്ന് ഹംസ മഹ്മൂദിയുടെ നേതൃത്വത്തിൽ ബുർദ മജ്ലിസും അരങ്ങേറും. ഞായറാഴ്ച പകൽ 1:30-ക്ക് ഖാദിരിയ റാത്തീബ് നടക്കും. വൈകിട്ട് 7-ന് ദിക്ർ ദുആ മജ്ലിസും ഉണ്ടാകും. തിങ്കളാഴ്ച രാവിലെ 8-ന് EK അബ്ദുള്ള സഖാഫി നേതൃത്വം നൽകുന്ന സിയാറത്ത് ഉണ്ടാകും. രാവിലെ 8:30 മുതൽ പകൽ 12 വരെ നടക്കുന്ന അന്നദാനത്തോടെ ഉറൂസ് സമാപിക്കും. ഒരിടവേള കൂടി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഇതാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മൺസൂൺ NRI ഫെസ്റ്റ്. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, പ്രഷ്യസ്, കുവൈറ്റ് കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ഓഫർ വാലിഡ് ഫോർ എ ലിമിറ്റഡ് ടൈം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. ഫോൺ 0487239997. മൊബൈൽ 9846125283, 9846125284. വാർത്തകൾ തുടരുന്നു. വിസ തട്ടിപ്പ് കേസിലെ പ്രതിയായ വാടനപ്പള്ളി സ്വദേശിയെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. വാടനപ്പള്ളി ഗണേശമംഗലം സ്വദേശി റിയാദിനെയാണ് പിടികൂടിയത്. തളിക്കുളത്ത് ലെവൽ അപ്പ് ഗ്രൂപ്പ് എന്ന സ്ഥാപനം നടത്തിയിരുന്ന ഇയാൾ ഇറ്റലിയിലേക്കുള്ള വിസ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൊടുങ്ങല്ലൂർ മേത്തല കീഴ്ത്തളി സ്വദേശിയായ യുവാവിൽ നിന്നും ആനാപ്പുഴ സ്വദേശിയായ യുവാവിൽ നിന്നും 3 ലക്ഷം രൂപ വീതം വാങ്ങിയിരുന്നു. എന്നാൽ വിസ ശരിയാക്കി നൽകുകയോ വാങ്ങിയ പണം തിരികെ കൊടുക്കുകയോ ചെയ്യാതെ തട്ടിപ്പ് നടത്തി മുങ്ങുകയായിരുന്നു. ഇവരുടെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. തുടർന്ന് ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഒളിവിൽ കഴിഞ്ഞിരുന്ന റിയാദ് രഹസ്യമായി നെടുമ്പാശ്ശേരി വഴി ദുബായിലേക്ക് കടക്കാൻ ശ്രമിക്കവേ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ റിയാദിനെ തടഞ്ഞുവെച്ച് വിവരം തൃശൂർ റൂറൽ പോലീസിനെ അറിയിക്കുകയായിരുന്നു. എറിയാട് പേബസാർ സ്വദേശിയിൽ നിന്ന് ഇറ്റലിയിലേക്കുള്ള വിസ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 5,80,000 രൂപ വാങ്ങിയ മറ്റൊരു കേസ് കൂടി ഇന്നലെ റിയാദിനെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
റിയാദ്, കൊടുങ്ങല്ലൂർ, വാടനപ്പള്ളി, ആളൂർ, പൊന്നാനി പോലീസ് സ്റ്റേഷനിലായി 7 തട്ടിപ്പ് കേസുകളിലെ പ്രതി കൂടിയാണ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BK അരുൺ, SI-മാരായ K സാലിം, കശ്യപൻ, SCPO-മാരായ സുഭീഷ്, അബീഷ്, ഇബ്രാഹിം എന്നിവരാണ് കേസ് അന്വേഷിക്കുന്ന സംഘത്തിൽ ഉണ്ടായിരുന്നത്. മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറി VG അശോകൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി KB ജയറാം മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ KK പ്രകാശൻ, റോബിൻ വടക്കേത്തല, വാസു വളാഞ്ചേരി, ടോളി വിനീഷ്, PS ആനന്ദൻ, ബീന സേവ്യർ, ജിൻസി തോമസ്, കവിത രാമചന്ദ്രൻ, സ്റ്റീഫൻ നീലങ്കാവിൽ, ജോസഫ് പള്ളിക്കുന്നത്ത്, ഇന്ദിര ഉത്തമൻ, KG ശശിധരൻ എന്നിവർ സംസാരിച്ചു. കാരമുക്ക് സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ കൊടിയേറ്റവും സപ്ലിമെന്ററി പ്രകാശനവും നടത്തി. കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറോന വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ കാർമ്മികനായി. തിരുനാൾ ദിനമായ ഈ മാസം 27 ഞായറാഴ്ച രാവിലെ 6:30 ലതീഞ്ഞ, നൊവേന, രൂപം എഴുന്നള്ളിച്ച് വയ്ക്കൽ, ദിവ്യബലി എന്നിവ നടക്കും. ഫാദർ ജോസ് ആളൂർ കാർമ്മികനാകും. രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ ദിവ്യബലി, തിരുനാൾ സന്ദേശം, പ്രദക്ഷിണം എന്നിവയും ഉണ്ടായിരിക്കും. ചടങ്ങുകൾക്ക് വികാരി ജനറൽ റവറന്റ് ഫാദർ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. വികാരി റവറന്റ് ഫാദർ ടോണി റോസ് വാഴപ്പള്ളി നേർച്ച ഭക്ഷണം ആശീർവദിക്കും. ജനറൽ കൺവീനർ നെൽസൺ തോലത്ത്, കൈക്കാരന്മാരായ PA പോൾസൺ, TP ബൈജു, KC ജിജോ, പബ്ലിസിറ്റി കൺവീനർ PJ ബെന്നി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും. ഭക്തിയോടും അതുപോലെ തന്നെ ആദരവോടും കൂടി നമ്മുടെ ആചരിക്കുന്നതിൻ്റെ തുടക്കമാണ് ഇന്ന്. എല്ലാവർക്കും നല്ല തിരുനാൾ ആഘോഷം ആശംസിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി KF ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KV അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ CJ പോൾസൺ, സുരേഷ് കൊച്ചിവീട്ടിൽ, PA അനസ്, CJ ജോഷി, PS ഷാഹിർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, KS ഷുഹൈൽ, PT രാമചന്ദ്രൻ, KK വാസുദേവൻ, PM അബ്ദുൾ മജീദ്, PK നജിമുദ്ദീൻ, PS മുഹമ്മദ്, KC ബിജോയ്, സന്തോഷ് വടക്കേടത്ത്, ദിവാകരൻ കുറുപ്പത്ത്, KK ശാന്തൻ, പ്രവിത ഉണ്ണികൃഷ്ണൻ, ജലീൽ പള്ളിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. മതിലകം OLF GHS സ്കൂളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സുരക്ഷ സംഘടിപ്പിച്ചു. പരിശീലനം ലഭിച്ചവർ കുട്ടികൾക്ക് ക്ലാസുകൾ എടുത്തു. തുടർന്ന് സൂംബ, മോണോ ആക്ട്, മൈം, ഏകാംഗ നാടകം എന്നിവ നടന്നു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ അധ്യക്ഷയായി. വാർഡ് മെമ്പർ OA ജനറിൻ, പ്രധാന അധ്യാപിക സിസ്റ്റർ റെനാറ്റ, PTA പ്രസിഡന്റ് റാഫി മതിലകം, മതിലകം BPC പ്രശാന്ത്, ആദിത്യൻ കാതിക്കോട്, TB സന്തോഷ് ബാബു, TS സജീവൻ, അസ്മാബി കോളേജ് സൈക്കോളജി വിഭാഗം വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. കാഞ്ഞാണി ബസ് സ്റ്റാൻഡിന്റെ തകർച്ചയും ശോചനീയാവസ്ഥയും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDF ധർണ നടത്തി. CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. VV പ്രഭാത് അധ്യക്ഷനായി. രാകേഷ് കണിയാമ്പറമ്പിൽ, VN സുർജിത്ത്, MR മോഹനൻ, VV സജീന്ദ്രൻ, സീത ഗണേഷ്, KV ഡേവിസ്, TD ജോസ് എന്നിവർ സംസാരിച്ചു. കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുനാളിന് ഇടവക വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ കൊടിയേറ്റി. ഈ മാസം 24, 25 തീയതികളിലാണ് തിരുനാൾ. തിരുനാളിനോടനുബന്ധിച്ച് 24 വൈകിട്ട് 5:30 നടത്തുന്ന കുർബാനയ്ക്ക് ശേഷം കൂട് തുറക്കൽ കർമ്മം ഉണ്ടാകും. തിരുനാൾ ദിവസം 25 രാവിലെ 6-നും 8-നും വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവ നടത്തും. 10 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജിസ്വിൻ വാഴപ്പള്ളി മുഖ്യ കാർമ്മികനാകും. ഫാദർ ജീൻ ചിറയത്ത് തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ലതീഞ്ഞ, നൊവേന, തിരുനാൾ പ്രദക്ഷിണം, നേർച്ച വിതരണം എന്നിവയുണ്ടാകും. വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെ റോയൽ ബോയ്സ് ആമ്പല്ലൂർ, കൈരളി, ചാലക്കുടി എന്നീ ടീമുകളുടെ ബാൻഡ് മേളവും ഉണ്ടായിരിക്കും. അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത് ചിറ്റലപ്പള്ളി, ട്രസ്റ്റിമാരായ ജിൻഡോ സിയോ, ബൈജു ജോർജ്, ജെയ്സൺ പോൾ, ജോസഫ് അറക്കൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. കണ്ടശങ്കടവ് ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിക്ക് വേണ്ടി 2 നാളിൽ നടത്തുന്ന കണ്ടശങ്കടവ് ജലോത്സവത്തിന്റെ സംഘാടക സമിതി യോഗം ചേർന്നു. മണലൂർ പഞ്ചായത്ത് യോഗം വിളിക്കാൻ വൈമനസ്യം കാണിച്ചതോടെ ജില്ലാ പഞ്ചായത്ത് ഇടപെട്ടാണ് ആലോചന യോഗം ചേർന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം കണ്ടശങ്കടവ് ജലോത്സവം നടന്നിരുന്നില്ല. ഇത്തവണ ജലോത്സവത്തിന് ഇനി 2 മാസത്തിൽ താഴെ ദിവസങ്ങൾ മാത്രമാണുള്ളത്.
സംഘാടക സമിതി രൂപവൽക്കരിച്ച് ഇപ്പോഴേ പ്രവർത്തനം നടത്തിയാലേ ചുണ്ടൻ വള്ളങ്ങളെ പങ്കെടുപ്പിച്ച ജലോത്സവം വിപുലമായി നടത്താൻ കഴിയൂ. മണലൂർ, വാടനപ്പള്ളി പഞ്ചായത്തുകൾ സംയുക്തമായാണ് സർക്കാരിന്റെയും ത്രിതല പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ ജലോത്സവം നടത്തിവരാറുള്ളത്. മേഖലയിലെ ബ്ലോക്ക് പ്രസിഡന്റുമാരും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും മറ്റ് ജനപ്രതിനിധികളും ജലവാഹിനി ബോട്ട് ക്ലബ്ബ് മുൻ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ജലോത്സവം നടത്തുന്നതിന് ജില്ലാ പഞ്ചായത്തും സമീപ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളും നൽകിവരുന്ന ഫണ്ടുകൾ വർദ്ധിപ്പിക്കാനും ആലോചന നടന്നു. വർഷങ്ങൾക്ക് മുമ്പ് ജലോത്സവം നടത്തിവന്നിരുന്ന ജലവാഹിനി ബോട്ട് ക്ലബ്ബിനെ നടത്തിപ്പ് ചുമതല നൽകാനും നിർദ്ദേശമുയർന്നു. പഞ്ചായത്തുകൾ ഏറ്റെടുത്തതോടെ പകിട്ട് കുറഞ്ഞിരുന്നു. മുമ്പ് 9 ചുണ്ടൻ വള്ളങ്ങളടക്കം 50ഓളം കളിവള്ളങ്ങളും ആനയോട്ടം, നേവിയുടെ ഹെലികോപ്റ്റർ പ്രകടനം, നീന്തൽ മത്സരം, ഓണക്കളി വരെ നടത്തിയിരുന്നു. ഇതാണ് നടത്തിപ്പ് വീണ്ടും ജലവാഹിനി ബോട്ട് ക്ലബ്ബിന് നടത്തുന്നതിനെ സംബന്ധിച്ച് ആലോചന നടന്നത്. അടുത്ത വിപുലമായ യോഗം കണ്ടശങ്കരവിൽ നടത്താനും തീരുമാനമായി. മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപം കിഴക്കേടത്ത് കുട്ടൻ നായർ നിര്യാതനായി. 87 വയസ്സായിരുന്നു. ശാരദയാണ് ഭാര്യ. അജയകുമാർ, ജ്യോതിരാജ്, വിജയകുമാർ എന്നിവർ മക്കളാണ്. രശ്മി, സ്മിത, സന്ധ്യ എന്നിവർ മരുമക്കളാണ്. കാഞ്ഞാണി തത്തപ്പുഴ അശോകൻ നിര്യാതനായി. 77 വയസ്സായിരുന്നു. ഉഷയാണ് ഭാര്യ. മിൽഷ, രജീഷ, മിഥുൻ എന്നിവർ മക്കളും ഷൈജു, സുഭാഷ്, ദേവിക എന്നിവർ മരുമക്കളുമാണ്. കാരമുക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപം ചക്കാണ്ടൻ പരാതനായ വേലായുധന്റെ മകൻ ഷൈൻ മോൻ നിര്യാതനായി. 49 വയസ്സായിരുന്നു. പരേതയായ സിന്ധുവാണ് ഭാര്യ. ഗാന്ധി, ദൃഢൻ, ഭഗവാൻ എന്നിവർ മക്കളാണ്. മത്സ്യബന്ധനത്തിനിടെ മുനയ്ക്കക്കടവ് അഴിയിൽ വള്ളം മറിഞ്ഞ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കൂരിക്കുഴി സ്വദേശി അൻസിനെയാണ് കാണാതായത്. അഴീക്കോടിന് പടിഞ്ഞാറ് ആഴക്കടലിൽ നിന്നാണ് വെള്ളിയാഴ്ച രാവിലെ മൃതദേഹം കണ്ടെത്തിയത്. ബുധനാഴ്ച വൈകിട്ടാണ് മുനക്കടവ് അഴിയിൽ മഹാസേന എന്ന വള്ളത്തിന്റെ കാരിയർ വെള്ളം ശക്തമായ തിരമാലയിൽപ്പെട്ട് മറിഞ്ഞത്. 3 തൊഴിലാളികളാണ് വള്ളത്തിൽ ഉണ്ടായിരുന്നത്. 2 തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടെങ്കിലും അൻസിൽ ശക്തമായ തിരമാലയിൽപ്പെട്ട് ഒഴുകിപ്പോവുകയായിരുന്നു. കോസ്റ്റ് ഗാർഡും മത്സ്യബന്ധന യാനങ്ങളും തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. അടുത്തിടെയാണ് അൻസിൽ മത്സ്യബന്ധനത്തിനായി ഇറങ്ങിയത്. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. വിസ തട്ടിപ്പ് കേസിലെ പ്രതിയായ വാടനപ്പള്ളി സ്വദേശിയെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് അമ്പും വില്ലും എഴുന്നള്ളിപ്പ് നടന്നു. കൂട്ടം തെറ്റി ചെമ്മാപ്പിള്ളിയിലെത്തിയ കുട്ടിക്കുരങ്ങൻ കൗതുകമാകുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.